ശരൺ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇ ഡിയുടെ നീക്കം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശരൺ, രണ്ട് സാധ്യതകൾ. ഡിവിഷൻ ബെഞ്ചിന്റെ വിധി CMRL-ന് അനുകൂലമാവുകയാണെങ്കിൽ അതോടുകൂടി നടപടികൾ തൽക്കാലത്തേക്ക് നിലയ്ക്കും. എന്നാൽ CMRL-ന് അനുകൂലമാവില്ല ഡിവിഷൻ ബെഞ്ചിന്റെ വിധിയെങ്കിൽ, അന്വേഷണം തുടരാമെന്നാണ് ഡിവിഷൻ ബെഞ്ചിന്റെ വിധിയെങ്കിൽ, വീണ ടിക്ക് സമൻസ് ഉടൻ നമ്മൾ പ്രതീക്ഷിക്കണോ? മാത്രമല്ല, ED-യുടെ തലവൻ ഇപ്പോൾ കൊച്ചിയിലുണ്ട്, ഉന്നതതല യോഗമുണ്ട്. നിർണായകമായ നീക്കങ്ങളിലേക്ക് കടക്കുമോ ED വിധി അനുകൂലമായാൽ? അരുൺകുമാർ, ഈ കേസുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിന് യാതൊരുവിധ ആശങ്കയും ഇല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. അതായത് ഹൈക്കോടതിയിൽ ഇത്തരത്തിലൊരു അപ്പീൽ വന്നപ്പോൾ, ഡിവിഷൻ ബെഞ്ചിൽ CMRL-ന്റെ അപ്പീൽ വന്നപ്പോൾ അതിനെ കൃത്യമായി തന്നെ എതിർക്കാൻ കഴിയുന്ന എല്ലാവിധ തെളിവുകളും കോടതിയിൽ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ള ആത്മവിശ്വാസമാണ് അവർ പ്രകടിപ്പിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഈ ED മേധാവിയായ ED ഡയറക്ടറായ രാഹുൽ നവീൻ കൂടി കൊച്ചിയിലുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം അല്പസമയത്തിനകം തന്നെ നമ്മൾ ഈ കാണുന്ന കൊച്ചിയുടെ ED-യുടെ കൊച്ചി സോണൽ ഓഫീസിലേക്ക് എത്തിച്ചേരും. അതിനുശേഷമാണ് ഉന്നതതല യോഗം ചേരുക. 10:45 കൂടി ഈ ഓഫീസിലെ മുഴുവൻ ഉദ്യോഗസ്ഥരോടും ഹാജരാകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അങ്ങനെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ വലിയ രീതിയിൽ തന്നെ യോഗം ചേരും. ആ യോഗം ചേർന്നുകൊണ്ട് പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് പരിശോധിക്കുക. ഒന്ന്, ഈ നേരത്തെ പിണറായി വിജയന്റെ വീട്ടിലെ റെയ്ഡിന് പിന്നാലെ മടങ്ങിയ ED ഉദ്യോഗസ്ഥർക്ക് നേരെയുണ്ട ആക്രമണം, അത് എന്ത് സാഹചര്യത്തിലായിരുന്നു? ഒപ്പം തന്നെ CPIM നേതാക്കൾക്ക് കൂടി ഈ കേസിൽ പങ്കുള്ളതിനാൽ അവരിലേക്ക് അന്വേഷണം നീളണമെന്നൊരു ആവശ്യം ED-ക്കുണ്ട്. അതടക്കമുള്ള കാര്യങ്ങളാണ് യോഗത്തിൽ വിലയിരുത്തുക. ഒപ്പം തന്നെ അല്പസമയത്തിനകം തന്നെ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് CMRL അപ്പീലിൽ ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്യും. ആ ഉത്തരവ് അനുകൂലമാവുകയാണെന്നുണ്ടെങ്കിൽ, ഹൈക്കോടതി വിധി അനുകൂലമാവുകയാണെന്നുണ്ടെങ്കിൽ വളരെ വേഗത്തിൽ തന്നെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ, പ്രത്യേകിച്ച് വീണ ടി അടക്കമുള്ളവർക്ക് സമൻസ് അയക്കാനുള്ള നീക്കം കൂടി ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. രാഹുൽ നവീൻ അക്കാര്യങ്ങളെല്ലാം തന്നെ വിലയിരുത്തിക്കൊണ്ട് തന്നെ ഈ വീണ ടിക്ക് എന്നത്തേക്ക് സമൻസ് നൽകണമെന്നുള്ളത് ഇന്ന് തന്നെ തീരുമാനമെടുക്കാനുള്ള സാധ്യതയുണ്ടെന്നുള്ളത് കൂടിയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ ശേഖരിക്കാൻ കഴിഞ്ഞ എല്ലാ തെളിവുകളും അത് കൃത്യമായി തന്നെ വിലയിരുത്തും. നേരത്തെ തന്നെ ഡയറക്ടറേറ്റിനെ കൊച്ചി സോണൽ ഓഫീസിൽ നിന്ന് റിപ്പോർട്ട് നൽകിയിരുന്നതാണ്. വീണ ടിക്കെതിരെയും ഒപ്പം തന്നെ CMRL ഉന്നത ഉദ്യോഗസ്ഥർ ശശിധരൻ കർത്ത, ശരണസ് കർത്ത അടക്കമുള്ളവരെ ചോദ്യം ചെയ്യാനുള്ള തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെന്നുള്ള കാട്ടിയാണ് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. അപ്പോൾ ആ റിപ്പോർട്ട് കൂടി വിലയിരുത്തിക്കൊണ്ടാണ് ഇനി തുടർ നടപടികളിലേക്ക് പോവുക. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ഒരു സസ്പെൻസ് ഉണ്ട്, ഏത് നിമിഷവും ആ വിധി വരും. വിധി വന്നു കഴിഞ്ഞാൽ, വിധി CMRL-ന് എതിരാണെങ്കിൽ നിർണായക നീക്കത്തിലേക്ക് ED കടക്കും. ED-യുടെ തലവൻ പോലും ഇപ്പോൾ കൊച്ചിയിലുണ്ട്, ഉന്നതതല യോഗം നടക്കുന്നു. വീണ ടിക്ക് സമൻസ് ഉണ്ടാകുമോ? CMRL കൂടുതൽ റെയ്ഡും അന്വേഷണം ഉണ്ടാകുമോ? കാത്തിരിക്കാം വിധിക്കായി.